ഇത്ര നാളെ നമ്മൾ എഴുതിയ പോലൊരു പരീക്ഷയല്ല. ഇനി ഓണപരീക്ഷ മുതൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമിനും കംപ്ലീറ്റ് ആയിട്ട് പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനി ഓർമ്മയല്ല പരിശോധിക്കുന്നത്, എത്രത്തോളം നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റും, അതാണ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് 3 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ അതും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് അത് ചെറിയ ക്ലാസ്സിലേക്ക് ഒരു LP UP ക്ലാസ്സുകളിൽ 20% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഹൈസ്കൂൾ ലെവല് 10% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ഓണപരീക്ഷ മുതൽ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30% ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30% 30% ചോദ്യങ്ങൾ ഏകദേശം ഒരു ഈസി ലെവലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു രീതിയിൽ പഠിച്ച ഏത് കുട്ടിക്കും ഈ ഒരു എക്സാം, അതായത് ഈ ഒരു 30% വരുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. സിമ്പിൾ ആയിരിക്കും. അത്യാവശ്യം ജസ്റ്റ് നോക്കിപ്പോയാൽ തന്നെ ഈ ഒരു 30% എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത 50% എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലായിരിക്കും. ഓക്കെ, മീഡിയം ഒരു ആവറേജ് ലെവലായിരിക്കും. അതായത് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ്, കുറച്ച് ആലോചിച്ച് എഴുതേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 50% ചോദ്യങ്ങൾ കുറച്ച് നന്നായി പഠിച്ചവർക്ക് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ, നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ള 20% ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് ഹാർഡായിരിക്കും. അതായത് ഒരു ടോപ്പിക്കിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമാണ് ആ ഒരു 20% വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് ഈ ഓണ എക്സാം തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ആശയ വ്യക്തത, പ്രായോഗിക ശേഷി, ഗണന ചിന്ത, അതേപോലെ മനോഭാവം, വിശകലനാത്മകത, വിമർശനാത്മകത, സർഗാത്മകത, അങ്ങനെയുള്ള തുടങ്ങിയ കുറച്ച് മൂല്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലേക്ക് നമ്മുടെ പാറ്റേൺ മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഇത്ര നാളെ നമ്മൾ കാണാതെയൊക്കെ പഠിച്ചു പോയി, ഇല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മൊത്തം ഒന്നും പഠിക്കാതെ ഏതെങ്കിലുമൊക്കെ ഭാഗം മാത്രം പഠിച്ചു പോയി. പക്ഷെ ഇനി അങ്ങനെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇനി കുറച്ച് സീരിയസ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ കവർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം നല്ലൊരു ഗ്രേഡ്, ഫുൾ A ഗ്രേഡ് നേടാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക മക്കൾ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള 1 ഷോട്ട് ലൈവുകളിലൂടെയൊക്കെ നമുക്ക് റിവിഷനാണ് തരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും 1 ഷോട്ട് ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതേപോലെ ഈ 1 ഷോട്ട് ലൈവിലൂടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. അതേപോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ബാച്ചിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ ഫീസിന് റിഡക്ഷൻ ഉണ്ട്. 1999 ആണ് ഒരു വർഷത്തേക്കുള്ള ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വർക്ക്ഷീറ്റും മോഡൽ എക്സാംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്.